എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറി പ്രിയ ജ്യേഷ്ഠ സഹോദരൻ, എന്നെ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും KICUവിൻ്റെയും സമ്മതിദായകരെ, പ്രിയപ്പെട്ട ബെറ്റർ റോഡ് നിവാസി, 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് 4-5 ദിവസമായി ഈ പര്യടനം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ട് UDFിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മീനാങ്കൽ കുമാറിന് കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന ആവശ്യവുമായാണ് ജനങ്ങളെ കാണുവാൻ ഈ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, 10 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണം അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് തന്നെ അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് എന്ത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത ഒരവസ്ഥ. പത്രക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ പറയുമ്പോൾ പത്രക്കാർക്കാർക്കും ഇന്റർവ്യൂ കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഈ പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് 140 നിയോജക മണ്ഡലങ്ങളിലും LDF 2ാം സ്ഥാനത്ത് പോകാൻ സാധ്യതയുണ്ട്. പിണറായി വിജയന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ധർമ്മടം വരെ നാട്ടിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഏകാധിപത്യ ഭരണത്തിന് അറുതി വരുത്തുവാൻ ഈ വരാൻ പോകുന്ന 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീടിന്റെ കാര്യമൊന്ന് ഓർമ്മിക്കണം, നമ്മുടെ അടുക്കളയുടെ കാര്യമൊന്ന് ഓർമ്മിക്കണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പിണറായി ഗവൺമെന്റ്, പിണറായി സർക്കാർ. 10 വർഷം മുമ്പ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ഇന്ന് എന്താണ് ഈ നാടിന്റെ അവസ്ഥ? ഓണത്തിന് പോലും ഒരു സാധനം വീടുകളിൽ കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയില് വരുന്നിരിക്കുന്നു. നമ്മുടെ ഈസ്റ്ററും വിഷുവും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആഘോഷം നടത്തുവാൻ ഈസ്റ്ററിന്റെ എന്തെങ്കിലും ഉണ്ടോ? കടകൾ കമ്പോളങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? സ്കൂളിന്റെ കാര്യമാണ്. ഈ സ്കൂൾ എങ്ങനെയാണ് പോകുന്നത്? കഞ്ചാവ് മാഫിയകൾ നോട്ടമിട്ട് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പല സ്കൂളുകളിലും പോയാൽ പറയുന്നു ഉച്ചഭക്ഷണം കൊടുക്കുവാൻ PTA പ്രസിഡന്റിന്റെ കയ്യിൽ പൈസയില്ല, HMന്റെ കയ്യിൽ പൈസയില്ല, അവർ കടം വാങ്ങുകയാണ്. അവർ പലചരക്ക് കടക്കാരെ കാണുമ്പോൾ അവർ ഒഴിഞ്ഞ് മാറിക്കൊണ്ട് പോവുകയാണ്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ. കാരണം ലക്ഷക്കണക്കിന് രൂപ പലചരക്ക് കടകളിൽ കൊടുക്കാനുണ്ട്. ഈ സർക്കാർ ഫണ്ട് അനുവദിക്ക് പോകുമ്പോൾ 800 ബാറുകളുള്ളായിട്ട് ഇന്ന് 8000 ബാറുകളാണ്. അതുപോലെ 2500 കള്ള് ഷാപ്പുകളുമുണ്ട്. അവിടെ നിന്ന് ഇലക്ഷൻ ഫണ്ടിലേക്ക് 2 ലക്ഷം രൂപ കള്ള് ഷാപ്പിൽ നിന്നും 10 ലക്ഷം രൂപ വീതം ബാറുകളിൽ നിന്നും ഈ ഗവൺമെന്റ്, അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് വാങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഈ കൊഴുപ്പാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ ചിലപ്പോൾ പോസ്റ്ററുകളും ബാനറുകളും കുറവായിരിക്കാം, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയെ വലിച്ചെറിയുന്ന ഈ സമീപനം ഇവർ എന്ന് തുടരുന്നോ അതുപോലെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അവർ വീണ്ടും ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ഇതുപോലെ വലിച്ചെറിയുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉത്തരികണ്ഠം മൈതാനത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി വന്നിട്ട് ഒരു 5 ഉറപ്പ് ഈ ജനതയ്ക്ക് വേണ്ടി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ കാണാറില്ലേ, പിണറായി വിജയന്റെ പടമാണ് ഇപ്പോൾ ബസ്സുകളിൽ കാണുന്നത്. ആ പടത്തിന് ഞങ്ങളൊന്ന് കീറിയിട്ട് ഇവിടുത്തെ പരസ്യ കമ്പനികൾക്ക് ഞങ്ങൾ അത് കൊട്ടേഷൻ കൊടുത്തിട്ട് ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന തുക മതി ഇവിടുത്തെ സൗജന്യമായി ഇവിടുത്തെ എല്ലാവർക്കും യാത്ര ചെയ്യുവാൻ. പിന്നെ അടുത്ത ഗ്യാരണ്ടി എന്താണ് പറയുന്നത്? കോളേജിൽ പഠിക്കുന്ന യുവതികൾക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും 1000 രൂപ കൊടുക്കും. അടുത്തതായി പറയുന്നത്, നമ്മുടെ നാടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോവുകയാണ്. അച്ഛനമ്മമാരെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു തൊഴിൽ സംരംഭം ഇല്ലാത്തതാണ് അതിന് കാരണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അച്ഛനമ്മമാരെ നോക്കാൻ പ്രത്യേക പാക്കേജ്, പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ, ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഇൻഷുറൻസ് പദ്ധതി, അത് ഇൻഷുറൻസ് കൊടുക്കുന്നത് 25 ലക്ഷമാണ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇൻഷുറൻസിന്റെ കാര്യവും 5 ലക്ഷം രൂപ യുവാക്കൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ടുള്ള വായ്പ കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കുകയാണ്. കാരണം സ്ഥാനാർത്ഥി പരിഗണനത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ ശ്രമിച്ച ഏവർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് 9-ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ തെരഞ്ഞെടുപ്പിൽ മീനാങ്കൽ കുമാറിന് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ ആ വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.